പെരുമഴയിൽ ഗുരുവായൂരിൽ എല്ലായിടത്തും വെള്ളക്കെട്ടാണ്. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. പ്രളയത്തിന് സമാനമായ ഒരു അന്തരീക്ഷം പലയിടത്തും ഉണ്ടാകുന്നത് പോലെ ഗുരുവായൂരിലും. പ്രിയപ്പെട്ടവരെ നമസ്കാരം. എന്തൊരു ദുരന്തമാണ് ഗുരുവായൂരിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. സംഭവിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുകയാണ്, വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരാൾക്കും പ്രതികരിക്കാനില്ല, ഒരാൾക്കും ഒന്നും പറയാനില്ല, ആർക്കും പ്രതികരണ ശേഷിയുമില്ല. ഇത്രയും വലിയ വെള്ളക്കെട്ട്, വെള്ളപ്പൊക്കം വർഷങ്ങളായി, ഒരു 15 മിനിറ്റ് തികച്ച് മഴ പെയ്യണ്ട ഇവിടെ ഗുരുവായൂർ മുങ്ങുന്ന ഒരു സ്ഥിതിയാണ്. ക്ഷേത്രത്തിനകത്ത് വരെ വെള്ളം കയറിയിരിക്കുകയാണ്. മമ്മിയൂരിൻ്റെ തൊട്ട് മുന്നിലെ റോഡിൻ്റെ അവസ്ഥയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബസ് വരെ പോകാൻ കഴിയാത്ത രീതിയിൽ ലോക്കായി കിടക്കുകയാണ്. അതുവഴി പോകുന്നത് ഒരുപക്ഷെ നാട്ടിലുള്ള കാർ ഓടിച്ച് പരിചയമുള്ളവരൊക്കെ ആയിരിക്കാം. ഇതാണ് ഗുരുവായൂരിൻ്റെ ഒരു അവസ്ഥ. ഒരു സാധാരണ ദിവസം പോലും റോഡ് ട്രാഫിക്കിനാൽ നിറയുന്ന ഒരു 10 മിനിറ്റെങ്കിലും ഒരു ബ്ലോക്കിൽ കിടക്കാതെ സാധാരണ ദിവസങ്ങളിൽ പോലും മമ്മിയൂർ ജംഗ്ഷനോ കിഴക്കേ നടയോ കടന്നു പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം. പടിഞ്ഞാറേ നട, എല്ലാ നടകളും ആകെ ബ്ലോക്കാണ് സാധാരണ ദിവസം. അപ്പോൾ ഒരു മഴ പെയ്താലുള്ള അവസ്ഥ നിങ്ങൾക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. അതുമാത്രമല്ല, പരാതിയോ ഒരു പരിഭവമോ ഒരു പ്രശ്നങ്ങളോ ഒന്ന് ആലോചിച്ച് നോക്കും. ഇത്രയും വർഷമായിട്ട് ഒരു മുനിസിപ്പാലിറ്റി ഭരിക്കുന്ന ഒരു സ്ഥലം, ഗുരുവായൂർ മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നത്, എല്ലാ മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും പഞ്ചായത്തിലുമൊക്കെ ഭരണകർത്താക്കളും പ്രതിപക്ഷത്തിൽ ഇരിക്കുന്നവരും ഉണ്ടാകും. എന്നാൽ ഭരിക്കുന്നവർ ഒക്കെ ഇരിക്കട്ടെ, പ്രതിപക്ഷത്തിരിക്കുന്നവർക്ക് ഒരു സമരം മുന്നോട്ട് വയ്ക്കാൻ ഇത്രയും കാലം കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അത് ഏറ്റവും വലിയൊരു പരാജയമാണ്. കാരണം ജനങ്ങൾക്കും ആർക്കും പരാതിയില്ല. എല്ലാവരും ഈ വെള്ളപ്പൊക്കവും കണ്ട് ബ്ലോക്കിലും കിടന്ന് എത്ര അഴുകിയിട്ടായാലും എത്ര നേരം ബ്ലോക്കിൽ കിടന്നാലും ആർക്കും പരാതിയില്ല. പ്രതിപക്ഷത്തിന് ഒരു സമരം ചെയ്യാനില്ല. ഇവിടുത്തെ ട്രാഫിക് സംവിധാനം ഒന്ന് പൊളിക്കാനോ, അതല്ലെങ്കിൽ റോഡിന് വീതി കൂട്ടുന്നതിനെക്കുറിച്ച് ആലോചിക്കാനോ, അല്ലെങ്കിൽ ഉള്ളത് കൃത്യമായിട്ട് അനാവശ്യ പാർക്കിങ്ങുകൾ എല്ലാം എടുത്തു കളഞ്ഞ് കൃത്യമായൊരു സംവിധാനം കൊണ്ടുവരാനോ ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്കോ ഉദ്യോഗസ്ഥർക്കോ പോലീസിനോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഏറ്റവും വലിയ പരാജയമാണ് ഗുരുഭവനപുരിയുടേത്. കാരണം ഇന്ത്യക്ക് പുറത്തുനിന്നും കേരളത്തിന് പുറത്തുനിന്നും ഒക്കെ എത്രയോ 10,000-കണക്കിന് ഭക്തജനങ്ങൾ വരുന്ന ഈ ഒരു സ്ഥലത്ത് ഒരു ക്ഷേത്രം എന്നത് മാത്രം നോക്കിക്കഴിഞ്ഞാൽ അതിന് ചുറ്റുമുള്ള എല്ലാ തരത്തിലുള്ള സംവിധാനവും, എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളാവട്ടെ, എന്ത് രീതിയിലായാലും അത് ജനങ്ങൾക്ക്, ഭക്തജനങ്ങൾക്കും രണ്ടു കൂട്ടർക്കും ആർക്കായാലും ഉപകാരപ്രദമല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഇവിടെ സ്ഥിരമായി വരുന്ന ആളുകൾക്ക് ഞങ്ങൾ ഈ പറയുന്നത് കൃത്യമായിട്ട് മനസ്സിലാകും. ആണ്ടിലൊരിക്കലൊക്കെ വന്നു പോകുന്നവർക്ക്, വർഷത്തിലൊരിക്കലോ 2 പ്രാവശ്യം ഒക്കെ വന്നു പോകുന്നവർക്ക്, 2 3 പ്രാവശ്യം വർഷത്തിൽ വന്നു പോകുന്നവർക്ക് പോലും കാര്യം മനസ്സിലാകില്ല. സ്ഥിരമായി വരുന്നവർക്ക് കൃത്യമായി ഇവിടുത്തെ പ്രശ്നങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. പക്ഷേ അവരൊക്കെ ഗുരുവായൂരില്ലാത്തവരും ദൂരദേശങ്ങളിൽ നിന്ന് വരുന്നവരുമായിരിക്കും. എന്തായാലും ഇത്തരത്തിലുള്ള ദുരിതങ്ങൾ ഗുരുവായൂരിൽ തുടരുകയാണ്. ഇതിനൊരു മാറ്റം എന്ന് വരുമെന്ന് അറിയില്ല. നമുക്ക്, അല്ലെങ്കിൽ ഞങ്ങളെപ്പോലുള്ള വാർത്തകൾ നൽകുന്നവർക്ക് ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കാം. വേറെ യാതൊരു മാർഗവുമില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ കൂടുതൽ ഷെയർ ചെയ്യുക. കൂടുതൽ ആളുകളിലേക്ക് ഈ വാർത്ത, ഇതുപോലത്തെ വാർത്തകൾ എത്തട്ടെ. നന്ദി.